ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി ഹെൽത്തി ആയ ഒരു കട്ട്ലറ്റ് ആയാലോ. അതിനായി ആദ്യം തന്നെ കുക്കറിൽ മീഡിയം സൈസിലുള്ള 5 ഉരുളക്കിഴങ്ങുകൾ തൊലി കളയാതെ നന്നായി വൃത്തിയായി കഴുകി വേവിച്ചെടുക്കുക. അടുത്തത് ഏത്തവാഴക്കൂമ്പാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. വാഴക്കൂമ്പിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. രുചിയിലും ആരോഗ്യത്തിലും നല്ലൊരു കോമ്പിനേഷനാണ്. വാഴച്ചുണ്ടിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്നു. മാത്രവുമല്ല, ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നു. കുഞ്ഞുമക്കൾ ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുഞ്ഞുമക്കൾക്ക് ഇങ്ങനെ റെഡിയായി കൊടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അതിനായി അടുപ്പത്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണയൊഴിച്ച് ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും മീഡിയം സൈസിലുള്ളൊരു സവാള അരിഞ്ഞതും ചേർത്ത് അരിഞ്ഞ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ടും ചേർത്ത് കൊടുക്കാം. വാഴച്ചുണ്ടും ചേർത്ത് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കി പച്ചമണം മാറി വരുമ്പോൾ നന്നായി ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങും ആവശ്യത്തിന് ഉപ്പും മല്ലിയിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കിത് നന്നായി യോജിപ്പിച്ചിട്ട് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നന്നായിട്ട് നമുക്കൊന്ന് ഉരുട്ടി ഷേപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് റസ്കിൻ്റെ പൊടിയാണ്. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിൽ കുറച്ച് റസ്ക് ഇട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. പിന്നെ 2 മുട്ടയുടെ വെള്ള നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. നമ്മൾ പിന്നെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ മസാല റെഡിയാക്കി വെച്ചത് മുട്ടയുടെ വെള്ളയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ മുക്കി നന്നായി അതിൻ്റെ പൊടിയെല്ലാം ഒന്ന് കുടഞ്ഞ് മാറ്റി വയ്ക്കുക. നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് നന്നായി ചൂടായി വരുന്ന എണ്ണയിലേക്ക് കട്ട്ലറ്റ് ഇട്ട് പൊരിച്ചു കോരുക. നല്ല ഹെൽത്തിയായ കട്ട്ലറ്റ് റെഡിയായി. ഇങ്ങനെ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.